അങ്ങനെ നേരെ ഒന്ന് ഇരട്ടിയപ്പോൾ നമ്മുടെ പോലീസുകാർ വന്ന് വണ്ടിക്കകത്ത് കയറിയ പോലീസുകാരെ കൊണ്ട് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പമ്പിൽ കയറി. എത്ര പ്രാവശ്യം തിരിച്ചും മറിച്ചും പൈസ എണ്ണിയാലും ചെറുത്തർ തന്നെ തെറ്റും. അങ്ങനെ ഡീസൽ ഒഴിച്ച് കണക്കെല്ലാം ശരിയാക്കി പതുക്കെ വണ്ടി എടുത്ത് നമ്മൾ നേരെ തൃശ്ശൂർക്ക് പുറപ്പെട്ടു. പോലീസുകാരെല്ലാം വണ്ടിക്കകത്ത് കിടന്ന് സുഖമായിട്ട് ഉറക്കമാണ്. നമ്മളങ്ങനെ പാട്ടും പാടി നേരം വെളുക്കാറായപ്പോൾ ഇരിങ്ങാലക്കുടയുള്ള SP ഓഫീസിന് മുമ്പിൽ ഇവിടെ നമ്മൾ നേരെ വണ്ടി എടുത്ത് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിൽ പോലീസുകാർക്ക് ഫ്രഷപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ കൊണ്ടുവിട്ടു. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഗണേശ് ബസിന്റെ സാരഥി എല്ലാവരും പിടിച്ചിരുത്തി തള്ളുകഥകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും ഉറങ്ങാമെന്ന് വിചാരിച്ച് വണ്ടിക്കകത്ത് കയറി കിടന്നതും പുറത്ത് നല്ല ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങി നോക്കിയപ്പോഴേക്കും ലിറ്റ്മസിന്റെ ബസ് റോഡ് ബ്ലോക്ക് ആക്കുന്ന അപൂർവ കാഴ്ചയാണ് ഞാൻ കണ്ടത്. പോലീസുകാരെയും കൊണ്ട് നമ്മൾ വന്നതുകൊണ്ട് പോലീസുകാരുടെ വണ്ടി നമ്മളിങ്ങനെ ബ്ലോക്ക് ആക്കുന്നത് കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ലിറ്റ്മസിന്റെ ഈ ബസ്സിന് പ്രത്യേക ഒരു ലുക്കാണ്. അങ്ങനെ ലുക്കും ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വണ്ടികളെല്ലാം എടുത്ത് നേരെ പാർക്കിങ്ങിൽ കൊണ്ടിടാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ വണ്ടികളും എടുത്ത് നേരെ പാർക്കിങ്ങിൽ പോയപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായത്. ഇപ്പൊ സമയം ഏകദേശം ഉച്ചയായി. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് വണ്ടിക്കകത്തുള്ള ഗ്ലാസുകളെല്ലാം അടച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല എനിക്കായിരുന്നു. അങ്ങനെ ആ ചുമതല കൃത്യമായി നിർവഹിച്ച് നമ്മുടെ വണ്ടിക്കാരെല്ലാരും കൂടെ ബാഗും പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ നേരെ കുളിക്കാൻ പോവുകയാണ്. തൊട്ടപ്പുറത്തുള്ള കല്യാണ മണ്ഡപത്തിലാണ് നമ്മളെല്ലാവരും കൂടെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയത്. ഒരു അടിപൊളി കിണ്ണം കാച്ചിയ കുളി പാസ്സാക്കിയപ്പോഴാണ് എല്ലാവർക്കും ഇന്നലത്തിന്റെ ഉറക്കക്ഷീണം മാറിയതും നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ബിരിയാണി പാർസൽ മേടിച്ച് വണ്ടിയുടെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിരുന്നു കഴിച്ചു. ബെല്ലിഡിക്കിയുടെ യഥാർത്ഥ ഉപയോഗം ഇന്നാണ് നമുക്ക് മനസ്സിലായത്. ഡിക്കിയുടെ സൈഡിലിരുന്ന് കഥ പറയാനും ഡിക്കിയുടെ സെൻട്രലിൽ കയറി നിന്ന് ഉറങ്ങാനും ആളുണ്ടായിരുന്നു. ഉറങ്ങി കഴിച്ചപ്പോഴാണ് ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിച്ചത്. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ കുറുമ്പം ബസിന്റെ സാരഥിയായ വിപിൻ ബ്രോയുടെ ബർത്ത്ഡേ ആണ്. പുള്ളിക്കാരനാണ് ഇന്ന് അഹാന്റെ കളർ വണ്ടിയും കൊണ്ട് ഓട്ടം വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും കിടിലും ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തന്നതും പുള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് കട്ടിങ് നമ്മൾ അറേഞ്ച് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടർ എടുത്ത് നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ വെച്ചപ്പോൾ കേക്കിനുള്ള സ്റ്റാൻഡായി. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ഗാനം അങ്ങ് പാടി. വിപിൻ ബ്രോ കേക്ക് മുറിച്ച് ഫസ്റ്റ് കാമുകെന്ന പോലെ ഗണേഷ് ബസിന്റെ സാരഥിക്കാണ് കേക്ക് ആദ്യം കൊടുത്തത്. പിന്നെ ബെസ്റ്റിക്കെന്ന പോലെ ശരത്തണ്ണൻ. അങ്ങനെ ആഘോഷങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഘോഷങ്ങൾക്ക് പൊലിമയൊക്കെ നമ്മുടെ പോലീസുകാരും കൂടെ വന്നു. പോലീസുകാരും ഈ ബർത്ത്ഡേ സെലിബ്രേഷനിൽ കൂടിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ പോലീസുകാരുടെ സൗഹൃദത്തിന്റെ മുഖവും കാണാൻ പറ്റി. അങ്ങനെ ഒടുവിൽ കേക്ക് എന്നെയും തേടിയെത്തി. നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ നിന്ന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നമ്മൾ വിപിൻ ബ്രോയ്ക്ക് നേരുകയാണ്.